ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, താബോർ ധ്യാനകേന്ദ്രം മുംബൈയിൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകൾ തകർന്നടിയുമ്പോൾ നാം എത്രത്തോളം തകരാൻ സാധ്യതയുണ്ട്. ചുറ്റുപാടുകൾ തകർന്നാൽ ഞാൻ തകരുമോ, അതോ ഞാൻ തകരുമ്പോഴാണ് എന്നെ ചുറ്റുപറ്റിയുള്ള ആളുകൾ തകർന്നു പോകാൻ കൂടുതൽ സാധ്യത? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, എല്ലാം നല്ലതായിരിക്കുന്നു, മനുഷ്യൻ നല്ലതായിരിക്കുന്നു. അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ കൃഷി, എല്ലാ കാര്യങ്ങളെയും ദൈവം നോക്കിയിട്ട് പറയുകയാണ്, നല്ലതാണ്, മനുഷ്യൻ നല്ലതാണ്, മനുഷ്യൻ്റെ പ്രവൃത്തി നല്ലതാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വളരെയധികം സന്തോഷമായി, എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വളരെയധികം ഇഷ്ടമായി. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ദൈവം ഈ അഭിപ്രായം മാറ്റി പറയുന്നത് നമ്മൾ കാണുകയാണ്. ദൈവം പറയുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു. നോക്കുക, നല്ലതാണ്, അവൻ്റെ പ്രവൃത്തികളിൽ നന്മ കാണുന്നു, എല്ലാ കാര്യങ്ങളെയും വളരെ സന്തോഷത്തോടെ ദൈവം കാണുന്നു. എന്നാൽ അല്പനാളുകൾക്ക് ശേഷം ദൈവം എന്തുകൊണ്ടാണ് ഈ അഭിപ്രായം മാറ്റി പറഞ്ഞതെന്ന് നമ്മളൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുക. ദൈവം ഇത്രയും വളരെ വിഷമത്തോടുകൂടി ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിക്കുന്നു എന്ന് പറയാനുണ്ടായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ കാര്യമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ മാറ്റി നിർത്തി പല സംവിധാനങ്ങൾ പണിതുയർത്തി. നമ്മളെ സൃഷ്ടിച്ച കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരുപാട് കെട്ടിടങ്ങൾ പൊക്കി ഉയർത്തി. സൃഷ്ടിച്ച ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പല സ്ഥലങ്ങൾ കീഴടക്കി. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ ഇതിലൊന്നും ദൈവത്തിന് പരാതിയുള്ള കാര്യമല്ല, ദൈവത്തെ മാറ്റി നിർത്തിയില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തി പല കാര്യങ്ങളും സൃഷ്ടിച്ച് പല സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചപ്പോൾ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ തന്നെ നാശത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയായിരുന്നു. കർത്താവിനെ മാറ്റി നിർത്തി എന്തൊക്കെ ചെയ്തോ, അതൊരു കുടുംബത്തെ രൂപകൽപ്പന ചെയ്ത് ഒരു പദ്ധതി തയ്യാറാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള പദ്ധതി തയ്യാറാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിനെക്കുറിച്ചുള്ള പദ്ധതി തയ്യാറായിരിക്കാം. ദൈവത്തെ മാറ്റി നിർത്തി എന്തൊക്കെ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചോ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് നശിച്ച് എവിടെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട്, ദൈവത്തെ ഉപേക്ഷിച്ച മനുഷ്യനെ കണ്ടിട്ട്, സ്വന്തം പദ്ധതികൾക്ക് പിന്നാലെ പരക്കം പായുന്ന മനുഷ്യനെ കണ്ടിട്ട്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഓടി അകലുന്ന മനുഷ്യനെ കണ്ടിട്ട്, ലോകത്തിൻ്റെ പല മായകളിൽ മുങ്ങി ജീവിച്ചിട്ട് അവസാനം ആത്മഹത്യയ്ക്ക് കയറെടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ടാണ് ദൈവം ഇത് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഓർത്ത് ഞാൻ പരിതപിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ഇതൊരു ദേഷ്യത്തിൻ്റെ വാക്കല്ല. ദൈവം പരിതപിക്കുന്നുണ്ടെങ്കിൽ അതിന് തന്നെ ദൈവം ഒരു മറുപടിയും കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് കുടുംബത്തിലിരുന്ന് വചനം കേൾക്കുമ്പോൾ, എവിടെയാണോ നീ ഇരുന്ന് ഈ വചനം കേൾക്കുന്നത്, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പരിതാപമുണ്ട്. സങ്കടപ്പെടുത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ, കയ്യിൽ വിഷകുപ്പിയുമായിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പരിതാപമുണ്ട്, ഒരു സങ്കടമുണ്ട്. ആ സങ്കടത്തിൻ്റെ ഒടുവിൽ ദൈവം ഒരു വചനം, ദൈവവചനം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
എന്ന് പറഞ്ഞാൽ നീ ഇപ്പം നശിക്കാൻ പാടില്ല. എന്ത് സംവിധാനം കെട്ടിപ്പൊക്കി നീ നാശത്തിൻ്റെ കൂമ്പാരമാണെങ്കിലും ദൈവം പറയുന്നതാണ്, അവിടെ നിന്ന് നിന്നെ ഞാൻ പൊക്കിയെടുക്കും. എങ്ങനെയാണ്? ദൈവം തൻ്റെ ഏകജാതനെ നൽകി. നമുക്ക് ചുറ്റും ഒന്ന് നോക്കുക. രോഗങ്ങൾ മൂലം ഇങ്ങനെ ആളുകൾ ഒരുപാട് നശിക്കുന്നത് കാണാം. സാമ്പത്തിക തകർച്ച മൂലം ആളുകൾ നശിക്കുന്നത് കാണാം. പിന്നെ വേറെ ചില നിരാശ വന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ കാണുന്നു. ബന്ധത്തകർച്ചയിൽ ആളുകൾ നശിച്ചു പോകാനായിട്ട് നമ്മൾ കാണാം. ചില കാര്യങ്ങൾ നടക്കണം. എങ്ങനെയെന്നറിയോ? ഒരാൾ നശിക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലെ ഒരുപാട് ആളുകൾ നശിക്കുന്നത് കാണാം. ഒരു വ്യക്തി, ഒരു സമൂഹത്തിലെ വളരെ സമുന്നതനായ ഒരു നേതാവ് നശിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ആളുകൾ, കുറേ സംവിധാനങ്ങൾ തകർന്നടിയുന്നത് നമ്മൾ കാണാം. എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി നശിക്കുമ്പോഴും ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന പല കാര്യങ്ങളുടെ മേലും ചില നിഴലുകൾ വീഴും, ചില കരിനിഴലുകൾ വീഴും, ചില പ്രശ്നങ്ങൾ അവരുടെ ജീവിതങ്ങളിലൂടെ വരും. അപ്പോൾ ഒരു വ്യക്തി നശിക്കുമ്പോൾ വാസ്തവത്തിൽ ആ വ്യക്തി മാത്രമല്ല നശിക്കുക, ബാക്കിയുള്ള ഒരുപാട് ആളുകളും അതിൻ്റെ കൂടെ നശിക്കുവാനുള്ള ഒരു കാരണം ഉണ്ടാകും. ചില പ്രദേശങ്ങൾ തന്നെ അടങ്ങുന്നത് നമ്മൾ കാണാം. ചില വ്യക്തികളുടെ ചില പ്രത്യേക രീതിയിലുള്ള ഇടപാടുകൾ മൂലം ഒരു പ്രദേശം തന്നെ അങ്ങോട്ട് നശിച്ച് കുറേ കാലങ്ങളായിട്ട് നാശം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്നുള്ള കർത്താവിൻ്റെ ഈ പദ്ധതിക്ക് എത്ര ബുദ്ധിപരമായിട്ടാണ് പിശാച് തുരങ്കം വയ്ക്കുന്നതെന്ന് നമ്മളിപ്പോൾ വചനത്തിന് മുമ്പിൽ നിന്ന് കാണണം. കർത്താവിൻ്റെ ദൈവപുത്രനെ പോലും നൽകി, യേശുവിനെ പോലും നൽകി. യേശുവിനെ നൽകി എന്ന് പറഞ്ഞാൽ ഇതാ എനിക്കുള്ളത് മുഴുവൻ നൽകി. നമ്മൾ സ്വീകരിച്ചാൽ മാത്രം മതി, യേശുവിനെ മാത്രം സ്വീകരിച്ചാൽ മതി. അതായത് തകരുന്ന സാഹചര്യങ്ങളിൽ യേശുവിനെ സ്വീകരിച്ചാൽ മാത്രം മതി. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാണ്ടിരിക്കാൻ. ഒറ്റ കാരണമുള്ളൂ, ഞാനും നിങ്ങളും കുടുംബത്തിൽ ഒരാൾ പോലും നശിച്ചു പോകാണ്ടിരിക്കാൻ യേശുവിനെ തന്നു. അപ്പോൾ നശിക്കുന്ന വ്യക്തി ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത് യേശുവിനെയാണ്, വലതുകരം നീട്ടി സ്വീകരിക്കേണ്ടത് യേശുവിനെയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത്ര രീതിയിൽ പിശാച് എത്ര മനോഹരമായിട്ടാണ് തുരങ്കം വയ്ക്കുന്നത്. ആ ഒരു പദ്ധതി എങ്ങനെയാണ് പൊളിക്കാൻ പരിശ്രമിക്കുന്നതെന്ന് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കാണണം. കർത്താവ് പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്, അവനിൽ ഒരിക്കലും സത്യമില്ല, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. ആദ്യം മുതലേ കൊലപാതകിയായിട്ടുള്ള പിശാച് പല കെട്ടിടങ്ങളും പണിയാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആദ്യം മുതലേ കൊലപാതകിയായിട്ടുള്ള പിശാച് പല ബന്ധങ്ങളും ഒരു കൂസലില്ലാണ്ട് നടപ്പാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ആദ്യം മുതലേ ഈ നശിപ്പിക്കാൻ, നമ്മുടെ ജീവിതം എന്ന് നശിപ്പിക്കണമെന്ന് കൃത്യമായി പദ്ധതി ഇട്ടിട്ടാണ് ചില ബന്ധങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പിശാച് വളരെ ക്രമീകരിച്ചിട്ട് നമ്മളെ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ട് തള്ളിയിടും. എന്തിനാണെന്നറിയാമോ? ഒരു ടൈം സ്കെഡ്യൂൾ പിശാച് വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ അവന് നമ്മളെ തകർത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചിന്തിക്കരുത്, ഇന്ന് വൈകുന്നേരം തന്നെ നമ്മളെല്ലാം കൂടെ തീർക്കണമെന്ന് പിശാചിന് ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല, പിശാച് ബുദ്ധിപരമായിട്ട് കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. ഓരോ ദൈവമക്കളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ ജോലി ചെയ്യുന്ന ആളുകളെയും, ഓരോ സ്നേഹിക്കുന്ന മക്കളെയും എല്ലാവരെയും കൊല്ലണം. അവൻ്റെ ജീവിതത്തിൽ നിരാശയിൽ കഴിയണം, അവന് പ്രതീക്ഷ. ഇങ്ങനെയാണ് പിശാച് ആഗ്രഹിക്കുന്നത്. നശിച്ചു പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നീ നശിച്ചു പോകരുത്. എന്തൊക്കെ തകർന്നടിഞ്ഞാലും നീ നശിച്ചു പോകാൻ പാടില്ലെന്ന് ദൈവം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 10:10 പിശാച് വന്നിരിക്കുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. നശീകരണം തുടർച്ചയായിട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ചില സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മൾ എന്നും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം നമുക്ക് പറയാനുള്ളെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എന്താണ് വചനം പറയുന്നത്? പിശാച് വന്നിരിക്കുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. യേശു വന്നിരിക്കുന്നത് മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവായ യേശു ചെയ്യുന്നതും ദുഷ്ടനായ പിശാച് ചെയ്യുന്നതും. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഒരു വ്യക്തി നശിച്ചു തുടങ്ങുന്നത്? ഒരു വ്യക്തി നശിച്ചു തുടങ്ങുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ ദുഷ്ടാത്മാവ് പ്രവേശിക്കുമ്പോഴാണ്. ഹല്ലേലൂയ! നശീകരണത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിയുമ്പോഴാണ് ആ വ്യക്തി നശിച്ചു തുടങ്ങുന്നത്. ഒരു വ്യക്തി രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ചില നശീകരണത്തിൻ്റെ ചിന്തകളും നശീകരണത്തിൻ്റെ ആത്മാവും ഉള്ളിൽ നിറച്ചിട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി തിരിച്ച് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തെ നശിപ്പിക്കാനുള്ള ഏകദേശം എല്ലാ പദ്ധതികളും തന്നെ പിശാച് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ കുടുംബത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്ന ഒരു മനുഷ്യൻ തീരുമാനിച്ചിറങ്ങുകയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരം കിട്ടുന്ന പൈസ എല്ലാം
എല്ലാം മദ്യപിക്കും, അല്ല കിട്ടുന്ന പൈസയെല്ലാം ഞാൻ പാപം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ വ്യക്തിയുടെ ഉള്ളിൽ പിശാച് പ്രവർത്തിച്ചു. ഈ പിശാചിന് 12 മണിക്കൂർ അവൻ സമയം കൊടുക്കുന്നുണ്ട്. പകല് മുഴുവൻ എന്ത് ജോലി ചെയ്താലും പിശാച് ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് വൈകുന്നേരം ആകുമ്പോൾ അവനെ നശിപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കി അവൻ പാപം ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ മകൻ വഴിയായി അവൻ്റെ ഉള്ളിലൂടെ അത്രയും പ്രവർത്തിച്ചിട്ട് ഇത് ആ കുടുംബത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, കർത്താവ് പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന കർത്താവ് പറഞ്ഞത്, ഇടം കൊടുക്കരുത്. അപ്പോൾ ഇത്രയും വലിയൊരു നീണ്ട മണിക്കൂർ ഏതെങ്കിലും തരത്തിലുള്ള നശീകരണത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചാൽ ചിലപ്പോൾ ഒരു മോശമായിട്ടുള്ള ചിന്തയാവാം, ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള കുറേ വെറുപ്പാകാം. അപ്പോൾ വെറുപ്പ് കുമിഞ്ഞു കൂടി നമ്മൾ കൊല്ലപ്പെടും എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ വെറുപ്പ് എന്തെങ്കിലുമൊക്കെ കാരണം കുമിഞ്ഞുകൂടി ഒരു 10-12 മണിക്കൂർ നമ്മൾ പിശാചിന് ഒരു ഇടം കൊടുത്താൽ, നമ്മുടെ മനസ്സങ്ങടെ അശുദ്ധമാകാൻ നമ്മൾ തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, തിരിച്ച് നമ്മൾ കുടുംബത്തിൽ കയറി വരുമ്പം കുടുംബത്തെ തകർക്കാൻ അവന് ഇഷ്ടംപോലെ സമയം പ്രവർത്തിക്കാനായി, അവന് ഇഷ്ടംപോലെ റെഡി ആവാനായി, ഇഷ്ടംപോലെ പ്രിപ്പയർ ചെയ്യാനായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് ആത്മാവിനെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്നത്? നശീകരണത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ നമ്മൾ നശിപ്പിക്കും. ഒരു വ്യക്തി നശിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ചിലർ വാശിക്കാണ് നശിക്കുന്നത്. നശിച്ചു പോകാൻ വേണ്ടി ഒരാൾ തീരുമാനമെടുത്താൽ ആ വ്യക്തിയെ ഒന്നും ചെയ്യാൻ ദൈവത്തിന് പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. ആ വ്യക്തി നശിക്കുന്നത് കാണുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ജീവൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച്, ദുഷ്ടൻ്റെ ആത്മാവ് നമ്മൾ കരയുന്നത് കാണാൻ, നമ്മൾ നശിക്കുന്നത് കാണാൻ അവൻ കാത്തിരിക്കുകയാണ്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു ആത്മീയ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു വ്യക്തി നശിക്കുന്നത് അവൻ്റെ ചുറ്റുപാടുകൾ നശിക്കുന്നത് കൊണ്ടല്ല, അതിലുപരിയായിട്ട് ആ വ്യക്തി നശിക്കുമ്പോൾ അവനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നശിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ചുറ്റുപാടുകൾ നശിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ നശിച്ചോളണം നിർബന്ധമില്ല. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചുറ്റുപാടുകൾ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദുഷ്ടനായ ശക്തി പിടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ ബന്ധങ്ങളിലെയും നമ്മുടെ ഫോൺ കോൺടാക്റ്റുകളെയും നമ്മുടെ അയൽവാസികളെയും ജോലി സ്ഥലത്തെ കൂട്ടുകാരെയും എല്ലാവരിലും പിശാചിന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ TV ചാനലുകൾ എടുത്തോ, ഏതെങ്കിലും ഒരു ചാനലിൽ ആരെങ്കിലുമൊക്കെ പിശാച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പത്രമാധ്യമങ്ങൾ എടുത്തോ, ഏതെങ്കിലും ഒരു വ്യക്തിനെ എന്ത് ലേഖനായിക്കൊള്ളട്ടെ ആ ലേഖനെ പിശാച് കൈയടക്കി വെച്ചിട്ടുണ്ടാവും. എന്ത് കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻഡസ്ട്രി നിങ്ങൾ എടുത്ത് നോക്കിയോ, ചില ആളുകളെ പിശാച് കൈയടക്കി വെച്ചിട്ടുണ്ടാവും. ആ വ്യക്തിയിലുള്ള പിശാച് വർക്ക് ചെയ്യും. ഒരു കുടുംബത്തിൽ ഒരു ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനം നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ പിശാച് കൈയടക്കി വെച്ചാൽ ആ കുടുംബത്തിലേക്ക് കയറുവാൻ പിശാച് ഒരുക്കി ഏറ്റവും വലിയൊരു വാതിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തെ മാറ്റി നിർത്തി ദുഷ്ടാത്മാവിനെ ഉള്ളിൽ പ്രവേശിച്ചാൽ എത്ര വലിയ പദ്ധതികളും വലിയ വലിയ സ്വപ്നങ്ങളും നമ്മൾ മെനഞ്ഞാലും പ്രിയപ്പെട്ടവരത് തകർന്നു പോകും. കർത്താവ് അപ്പോൾ നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ്, അതുപോലെ ഈശോയുടെ തിരുരക്തം, ഇതാണ് നമുക്ക് വേണ്ടി വെച്ച് നീട്ടുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി നശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹവുമായിട്ട് ചുറ്റപ്പെട്ട് കിടന്ന കുറേ ദുർബലരായ മനുഷ്യർ നശിച്ചുപോയി. ഈ മനുഷ്യർ കാരണം എത്ര ആളുകൾ കണ്ണുനീര് കുടിച്ചു കാണും. സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം എത്രയോ ആളുകൾ കണ്ണുനീര് കുടിച്ചു, എത്രയോ കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാണ്ടായി, എത്രയോ കുടുംബങ്ങളിൽ പ്രാരാബ്ദങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ വന്ന് നിങ്ങൾക്കറിയാവോ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സക്കേവൂസ് എന്ന് പറയുന്ന ഈ വ്യക്തി യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മൂലം ആ പ്രദേശം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദുർബലരായ മനുഷ്യരാണ് നശിക്കുന്നത്, ആത്മാവുള്ള മനുഷ്യരൊന്നുമല്ല നശിക്കുന്നത്. ദുർബലരായ മനുഷ്യർ, കർത്താവിനെ വിശ്വാസമില്ലാത്ത മനുഷ്യർ, ഇവരിങ്ങനെ നശിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഈ സക്കേവൂസ് എന്ന വ്യക്തി ഒരു ദിവസം ഈശോയുടെ ആത്മാവിനെ, ജീവൻ്റെ ആത്മാവിനെ, സമൃദ്ധമായ ജീവൻ തരുന്ന ആത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇതാ കർത്താവ് ആ മകൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ, ആ മകൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, ആ മകൻ തകരണ്ടെന്ന് തീരുമാനമെടുത്തപ്പോൾ അവനിലൂടെ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. ആ മകനിലൂടെ കണ്ണുനീര് കുടിച്ച കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടു. ആ മകനിലൂടെ ആ പ്രദേശം അനുഗ്രഹിക്കപ്പെട്ടു. വാസ്തവത്തിൽ നീ രക്ഷിക്കപ്പെടുമ്പോൾ, നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ, നീ ഒരു വ്യക്തി നശിക്കില്ലെന്ന് തീരുമാനം എടുക്കുമ്പോൾ, ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളുടെ കണ്ണുനീര് നമ്മൾ തുടയ്ക്കുന്നുണ്ട്. ഞാൻ ചില ബോധ്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നശിച്ചു പോകില്ലെന്ന് ഞാനൊരു ബോധ്യമായിട്ട് എൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ നമ്മളറിയാതെ അവരുടെ കണ്ണുനീര് നമ്മൾ തുടയ്ക്കുന്നുണ്ട്. നമ്മളറിയാതെ ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. കർത്താവായ യേശു പറയുന്നതാണ്,
ഒരു മറ്റുള്ള ചുറ്റുപാടുകളെ നോക്കി നീ പരിതപിക്കേണ്ട കാര്യമില്ല. നീ ഒരു ദുർബലനായ മനുഷ്യനാണെങ്കിൽ ഇവൻ ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ പറയരുത്. നീ ആത്മീയമായിട്ട് വളരണം. നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ എഴുന്നേറ്റിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ഉള്ളിൽ വന്നാൽ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യേശു ഉള്ളിൽ വന്നാൽ തകർന്നു പോയ കാര്യങ്ങളെല്ലാം കർത്താവ് വീണ്ടും പണിയും. അതുകൊണ്ടാണ് ആമോസിൻ്റെ 9-ാം അധ്യായം 11-ാം തിരുവചനം, ആമോസ് പ്രവാചകൻ 9:11 പറയുന്നു, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. ഓക്കെ, എല്ലാം തകർന്ന് ഒരു സാധ്യതയില്ലാത്ത ഒരു മേഖലയിൽ പറയുകയാണ്, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്നതുപോലെ പണിതുയർത്തും. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തുണ്ടായ ഒരു ദുരന്തമാണത്. അത്രയും വലിയൊരു നഷ്ടം അവർക്കുണ്ടായി. കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ അതിൻ്റെ കേടുപാടുകൾ തീർത്ത് അതിനെ ഉയർത്തും. എപ്പോഴാണ് പ്രിയപ്പെട്ട? നമ്മുടെ ഉള്ളിൽ വന്നിട്ട് വേണം, ഈ കൈകൾ ഉപയോഗിച്ചിട്ട് വേണം കർത്താവിനത് ചെയ്യാൻ. അപ്പം ചെയ്യേണ്ടത് നശിക്കാൻ പ്രതിജ്ഞ എടുക്കാതെ രക്ഷിക്കപ്പെടാൻ പ്രതിജ്ഞ എടുക്കുക. കർത്താവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിലൂടെ ചില കാര്യങ്ങൾ കർത്താവിന് പണിയാനുണ്ട്, ചില കൂടാരങ്ങൾ കർത്താവിന് പണിയാനുണ്ട്, നശിച്ചു പോയതിനെ പുതുക്കി പണിയാനുണ്ട്. അപ്പോൾ ചുറ്റുപാടുകളെ കണ്ടിട്ട് നീ നശിക്കാൻ തീരുമാനം എടുക്കരുത്. അല്ലെങ്കിൽ ചില തകർച്ചകൾ ചുറ്റുപാട് നടക്കണത് കണ്ടിട്ട് അതൊന്നും കണ്ട് പേടിച്ച് നീ തീരുമാനം എടുക്കരുത്, നശിക്കാൻ തീരുമാനം എടുക്കരുത്. നീ എഴുന്നേൽക്കാനാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, നമ്മളെ ശിഷ്യന്മാരുടെ കാര്യം. കടലിൽ നിൽക്കുകയാണ്. കടലിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ യേശു കൊണ്ട് കൂടെ ബോട്ടിൽ പെട്ടെന്നൊരു തിരമാല വന്നു. ചുറ്റുപാട് മുഴുവൻ തകർന്നടിയാണ്. ഇത്ര വലിയ തിരമാല അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ ചില തിരമാലകൾ ചുറ്റും വന്നിങ്ങനെ ആക്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇതാ ഈ ബോട്ടിൽ തിരമാലകൾ അടിച്ച് ബോട്ടിലെ മരക്കഷ്ണം പലകയെല്ലാം പൊളിഞ്ഞു പോയി. ചിലപ്പോൾ പത്രോസിൻ്റെ ബോട്ടിലെ പലക പൊളിഞ്ഞു പോയത് കണ്ടിട്ടായിരിക്കും പത്രോസ് പേടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ നശിക്കുന്നു, എന്നാൽ ഞാനും കൂടെ ചത്തുപോയേക്കാം, ഞാൻ തീർന്നു. അങ്ങനെയല്ല തീരുമാനം എടുക്കേണ്ടത്. വിളിക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിനെ അവൻ വിളിച്ചപ്പോൾ ചുറ്റുമുള്ള തിരമാലകളെല്ലാം ശാന്തമായി. ചുറ്റുപാടുകൾ നശിച്ചെന്ന് വെച്ചിട്ട് നീ നശിക്കാൻ തീരുമാനമെടുക്കാതെ നീ എഴുന്നേൽക്കുക, യേശുവിനെ വിളിക്കുക. യേശു എഴുന്നേറ്റ് പത്രോസിൻ്റെയും തിരയുടെയും നടുവിൽ നിന്നു. പിന്നെ കാണുന്ന കാര്യം, തിരമാല പേടിച്ച് വിറച്ച് തിരമാല ശാന്തമായി. പ്രിയപ്പെട്ടവരെ, ഇത് ചുറ്റുപാടുകൾ നശിക്കുമ്പോഴും നീ എഴുന്നേറ്റ് നിൽക്കണം. നിന്നിലൂടെ ഒരുപാട് ആളുകൾ അനുഗ്രഹിക്കപ്പെടും, നിന്നിലൂടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പക്ഷെ നീ തകർന്നു കഴിഞ്ഞാൽ ഒരുപാട് ദുർബലരായ മനുഷ്യർ ഒരുപാട് വേദനയോടുകൂടി അവരുടെ ജീവിതത്തെ അവർ തള്ളി നീക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. പാപിനിയായ സ്ത്രീയുടെ കാര്യം നമുക്കറിയാം. എന്തോരം പാപം ചെയ്തു, ജീവിതം മുഴുവൻ പാപം ചെയ്തു. അവൾക്ക് ശരീരത്തിൽ അവളോട് തന്നെ വെറുപ്പ് തോന്നി. എന്നിട്ട് മറ്റുള്ള എല്ലാവരും കല്ലെറിയാൻ വേണ്ടി ചുറ്റും നിൽക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിലാണ് അവൾ വന്നു നിന്നത്. നമ്മൾ നോക്കിയേ, ചുറ്റുപാട് എല്ലാവരും കല്ല് പെറുക്കി എറിയാൻ വേണ്ടി നിൽക്കുമ്പോഴും മരിക്കാൻ വേണ്ടി അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴും അവൾ നോക്കിയത് ചുറ്റുപാടുകളെക്കുറിച്ചല്ല, പെറുക്കി എറിയുന്ന കല്ലുകളെക്കുറിച്ചല്ല. എല്ലാവരും വന്ന് നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാലും, എല്ലാവരും വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചാലും, എല്ലാവരും വന്ന് നമ്മളെ തള്ളിയിടാൻ ശ്രമിച്ചാലും, പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ മുമ്പിൽ നിന്നാൽ, യേശുവിനെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശിക്കില്ല. ആര് എത്ര ബോധപൂർവമായിട്ട് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരാത്മീയ വ്യക്തി അവൻ്റെ ചിന്തകളും അവൻ്റെ സ്വപ്നങ്ങളും യേശുവിൽ സമർപ്പിച്ചാൽ ആ വ്യക്തി ഒരിക്കലും നശിക്കില്ല. നമ്മളെന്താ കാണുന്നത്? ഇതാ എറിയാനായിട്ട് കൊണ്ടുവന്ന കല്ല്, അതാണ് അവരുടെ ആയുധം. അവരുടെ ആയുധം അതാണ്. ഈ ആയുധങ്ങളെല്ലാം താഴെ വീണു. നമ്മളെ ആക്രമിക്കാൻ വരുന്ന എല്ലാ ആയുധങ്ങളും താഴെ വീണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ആഴത്തോടെ വിശ്വസിക്കണം. നമുക്കറിയാം, ജൈറോസിൻ്റെ മകളുടെ കാര്യം അറിയാം. ജൈറോസിൻ്റെ മകൾ അവിടെ കിടന്ന് മരിക്കാനായപ്പോൾ ജൈറോസ് ആ ചുറ്റുപാടുകളിൽ നിന്ന് പുറത്തു കടന്നു. പ്രിയപ്പെട്ടവരെ, ആ ചുറ്റുപാടുകളിൽ നിന്ന് ജൈറോസ് അതുപോലെ എല്ലാവരുടെയും കൂടെ നിന്ന് കരഞ്ഞായിരുന്നെങ്കിൽ, എല്ലാവരുടെയും കൂടെ നിന്ന് വിലപിച്ചായിരുന്നെങ്കിൽ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അവിടെ ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ നിന്ന്, ആ ചുറ്റുപാടുകളിൽ നിന്ന്, തകരുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, വേദനിക ചുറ്റുപാടുകളിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു. അതാണ് ഈ മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവൻ വന്നത് ആരുടെ അടുത്താ? യേശുവിൻ്റെ അടുത്ത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര വലിയ നിരാശയുടെ കാരണമായിക്കൊള്ളട്ടെ, കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിൽ 9 പേര് ചുറ്റും നിന്ന് കരയുകയാണെങ്കിലും നീ അവിടെ നിന്ന് അവരുടെ കൂടെ നിന്ന് മോങ്ങാനല്ല നിൽക്കേണ്ടത്, അവരുടെ കൂടെ നിന്ന് നിലവിളിക്കൽ. നീ ആ ചുറ്റുപാടുകളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് യേശു കർത്താവിനെ അന്വേഷിച്ചിറങ്ങണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സക്കേവൂസ് നമ്മുടെ ജൈറോസ് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എന്താ പറയണത്? യേശു അവരുടെ വീട്ടിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി. ആ ചുറ്റുപാടുകളെ പുറത്താക്കി യേശു. ചുറ്റുപാടുകൾ കരച്ചിലും വിളിയൊക്കെ നിർത്തി. യേശു അവളുടെ കൈക്ക് പിടിച്ച് അവളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.
ജൈറോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്തൊരു കാര്യം കൊണ്ട് ആ കുടുംബത്തിൽ എല്ലാവർക്കും എഴുന്നേക്കാൻ പറ്റി. നീ ഒരാൾ എഴുന്നേറ്റാൽ ചുറ്റുപാടുകൾ മുഴുവൻ നശിക്കുമ്പോഴും നീ ദുർബലനാകാതെ നിരാശപ്പെടാതെ നീ ഒന്ന് എഴുന്നേറ്റാൽ നിന്നിലൂടെ ഒരുപാട് ആളുകൾ എഴുന്നേൽക്കും. നീ ഒന്ന് ശക്തി പ്രാപിച്ചാൽ ഒരുപാട് കരയുന്ന ആളുകളുടെ കണ്ണുനീര് നിനക്ക് ഒപ്പാൻ പറ്റും. നീ ഒന്ന് നിരാശ മാറ്റി കർത്താവിനെ ഒന്ന് കൈപിടിച്ചാൽ ആ ചുറ്റുപാടുകളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഒന്ന് യേശുവിനെ വിളിച്ചാൽ ഒന്ന് പള്ളിയിൽ പോയി അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ അവിടെ പോയി നിർബന്ധമായിട്ടും നിരാശയുടെ ചുറ്റുപാടുകൾ മാറി നിത്യാരാധന ചാപ്പലിൽ കർത്താവിൻ്റെ മുമ്പിലൊക്കെ പോയിരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ കൂടെ എഴുന്നേൽക്കുന്നത് നിൻ്റെ കുടുംബമാണ്. നീ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ മടുത്തു പോയിട്ടുള്ള നിൻ്റെ മക്കളാണ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിൻ്റെ മരണം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല, നിൻ്റെ ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളിൽ 68:20 പറയുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്, മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ചുറ്റുപാടുകൾ തകരട്ടെ, നീ തകരാൻ പാടില്ല. നീ അവിടെ നിന്ന് എഴുന്നേക്കണം. എല്ലാം ജീവിതം കൈക്കടന്ന് വിറയ്ക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ എഴുന്നേറ്റ് കർത്താവിനെ വിളിക്കണം. നീ എഴുന്നേറ്റ് കർത്താവിനെ വിളിക്കുമ്പോൾ ഒരുപാട് വിറയ്ക്കുന്ന കൈകൾക്ക് ശക്തി കിട്ടും. നീ എഴുന്നേറ്റ് കർത്താവിനെ നോക്കുമ്പോൾ ഒരുപാട് കണ്ണുനീര് മാഞ്ഞു പോകും. നീ ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈശോയെ നോക്കുമ്പോൾ നിൻ്റെ മുഖം പ്രകാശിപ്പിക്കും. അപ്പോൾ ആ പ്രകാശിപ്പിക്കുമ്പോൾ ഒരുപാട് അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ മക്കളും, നിന്നോട് ചുറ്റുപാടുള്ള എല്ലാ മക്കൾക്കും ഒരു പ്രകാശം കിട്ടും. അവർക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിൻ്റെ നമ്മളറിയാത്ത സാന്നിധ്യത്തെ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തകരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ 15:6, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവിനെ കൂടാതെ ആരൊക്കെ എന്തൊക്കെ പണിതുയർത്തിയോ അതെല്ലാം പൊളിഞ്ഞ് നാമാവശേഷമാകുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരുവനായിട്ട് നീ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്. അതിനിടയിൽ ഒരുവനായിട്ട് നീ കർത്താവിലേക്ക് കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്. കാരണം മരണത്തിൽ നിന്നുള്ള മോചനം ആത്യന്തികമായിട്ട് കർത്താവാണ് നൽകുന്നത്. നീ കൈകൾ ഉയർത്തുമ്പോൾ എല്ലാ നാശകൂമ്പാരങ്ങളുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കൈ നഷ്ടപ്പെട്ടവർ, കാൽ നഷ്ടപ്പെട്ടവർ, പരിക്കുപറ്റവർ, അങ്ങനെ ഒരുപാട് ആളുകളെ നിനക്ക് ശുശ്രൂഷിക്കാനാവും. ഒരുപാട് ആളുകൾക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും ഒക്കെ തരാനായിട്ട് നിനക്ക് സാധിക്കും. ഹഗായുടെ പുസ്തകം 2-ാം അധ്യായം 8-9 തിരുവചനം കർത്താവ് പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വെള്ളി എൻ്റേതാണ്, സ്വർണവും എൻ്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. കർത്താവിൻ്റെ ഈ ഒരു മഹത്വം നമ്മൾ കാണണം. നിനക്കെല്ലാം നഷ്ടപ്പെട്ടു. സ്വർണ്ണമില്ല, വെള്ളിയില്ല, പൈസയില്ല, ആൾബലമില്ല, ഒന്നുമില്ല, ഇതൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നറിയോ? സ്വർണം എൻ്റേതാണ്, വെള്ളി എൻ്റേതാണ്. ജെറുസലേം ദേവാലയം പുതുക്കി പണിയാൻ സ്വർണ്ണവുമില്ല, വെള്ളിയില്ല, ആളുമില്ല, ഒന്നുമില്ലാതെ നിൽക്കുന്ന ജനങ്ങളെ നോക്കി കർത്താവ് പറയുന്ന വചനമാണ്, സ്വർണം എൻ്റേതാണ്, വെള്ളി എൻ്റേതാണ്. പഴയ കാലത്തെ മഹത്വത്തിനേക്കാൾ ഉന്നതമായ മഹത്വം വരാൻ പോവുകയാണ്. അതുകൊണ്ട് നാശങ്ങളുടെ കണക്ക് പറയാതെ, പരിഭവിക്കാതെ നീ എഴുന്നേൽക്കുക. നിൻ്റെ ചുറ്റുപാടുള്ള ആളുകളേക്ക് നീ ഒന്ന് നോക്കുക. നീ മൂലം അവർ രക്ഷിക്കപ്പെടണം. കർത്താവ് പറയുന്നു, സ്വർണ്ണമില്ലെന്ന് നീ പരിതപിക്കേണ്ട, വെള്ളിയില്ലെന്ന് നീ പരിതപിക്കേണ്ട, ആളില്ലെന്ന് നീ പരിതപിക്കേണ്ട. നീ എൻ്റെ കൂടെ വന്നാൽ, നീ എന്നെ നിൻ്റെ രക്ഷകനായിട്ട് നാഥനായിട്ട് സ്വീകരിച്ചാൽ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെ മേലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ പ്രത്യാശയോടെ വലിയ ആഗ്രഹത്തോടെ ഓർക്കണം. സങ്കീർത്തനം 44:3, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയിച്ചത്, അവിടുത്തെ വലതു കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. നാട് പിടിച്ചവർക്കവർ താഴെ വീണപ്പോൾ, ശക്തി കാണിച്ചിട്ട് താഴെ വീണപ്പോൾ അവരുടെ എല്ലാം മധ്യത്തിൽ നീ ഉയർന്നു നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവികമായ കൃപയും ദൈവികമായ ശക്തിയും ദൈവികമായ അഭിഷേകം നിനക്ക് വേണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ചുറ്റുപാടുകൾ തകർന്നാലും നീ തകരാതെ കാക്കണം. നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ കൈ നീ കാണണം. കർത്താവിൻ്റെ വചനം ഓർക്കുക. സങ്കീർത്തനം 106:9, അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അത് വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. കർത്താവ് ഇതാ ആഴിയിലൂടെ നടത്തുന്നു. കടലുകൾ മാറിപ്പോകുന്നു. ദൈവസ്നേഹം നിറഞ്ഞു കവിയുന്നു. എല്ലാവരുടെയും മധ്യത്തിൽ ഒരു രക്ഷകനായി, ഒരു അഭിഷേകമായിട്ട് നിൻ്റെ ജീവിതം കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കാൻ നിനക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ രക്ഷ നിന്നിൽ നിറഞ്ഞു കവിയട്ടെ. പ്രത്യാശയുടെ ദിവസങ്ങൾ കടന്നു വരട്ടെ. ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.